ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBI ക്ലർക്കിനെ കുറിച്ചിട്ടാണ്. ഇക്കൊല്ലം 2024 SBI ക്ലർക്കിന് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കണം അല്ലേ, അതിൻ്റെ സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും ആണ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ സ്റ്റഡി പ്ലാനിലുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതിനു മുന്നേ നമ്മളുടെ ഗോൾഡ് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. ഗോൾഡ് ബാച്ച് 4 സ്റ്റേജിലാണ്, അതായത് 4 ലെവലിലാണ് പോകുന്നത്. നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ ഹൈ ലെവലായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. പ്രോഗ്രസ് റിപ്പോർട്ട്, അതായത് AI പ്രോഗ്രസ് ട്രാക്കറാണ് യൂസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്, അനാലിസിസ് ആണ് ഈ ബാച്ചുകളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, SBI ക്ലർക്ക് എക്സാമിനേഷൻ 2 സ്റ്റേജ് ആയിട്ടാണ്. ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും, ഒരു മെയിൻസ് എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 എക്സാം, പ്രിലിമിനറി എക്സാമിനേഷൻ എന്താണ്, ഒരു ക്വാളിഫയിങ് നേച്ചർ ആയിട്ടുള്ള എക്സാമാണ്. അതിനുശേഷം മെയിൻസ് എക്സാമിൻ്റെ റിസൾട്ട് മാർക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കിട്ടുക, ജോലിക്ക് വേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് സാധാരണ IBPS നടത്തുന്ന എക്സാമുകളുടെ പോലെ തന്നെ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്, ഈ 3 ടോപ്പിക്കാണുള്ളത്. ഇംഗ്ലീഷ് 30 മാർക്കാണ്, 30 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, 20 മിനിറ്റ് ആയിരിക്കും ഇൻഡിവിജ്വൽ ടൈമിങ്. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും, അതായത് ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ് 35 ക്വസ്റ്റ്യൻസ്, 35 മാർക്ക്, അതിനും 20 മിനിറ്റ് ആണ്. ടോട്ടൽ 1 മണിക്കൂർ 60 മിനിറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണമെന്നാണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. ഇപ്പോഴേ പഠിച്ചു തുടങ്ങി ടൈം മാനേജ്മെൻറ്റ്, ടൈം വെച്ച് പഠിച്ചു പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, SBI ക്ലർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് മെയിൻസ് എക്സാമിൻ്റെ സിലബസ് നോക്കാം. മെയിൻസ് എക്സാമിന് ഇംഗ്ലീഷ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻ ആണ്, 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 35 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 45 മിനിറ്റ് ആണ്. റീസണിങ് 50 ക്വസ്റ്റ്യൻ, 60 മാർക്ക്, 45 മിനിറ്റ് ആണ്. ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് 50 ക്വസ്റ്റ്യൻ, 50 മാർക്ക്, 35 മിനിറ്റ് ആണ്. ടോട്ടൽ 190 ക്വസ്റ്റ്യൻ, 200 മാർക്ക്, 2 hours 40 മിനിറ്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ എക്സാം നടത്തപ്പെടുക. അപ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കണം അല്ലേ. അതിന് നിങ്ങൾക്ക് എന്തുണ്ട്, ഒരു സ്ട്രാറ്റജി അഥവാ സ്റ്റഡി പ്ലാൻ ഉണ്ട് അല്ലേ. ആ സ്റ്റഡി പ്ലാൻ ലഭിക്കാനായിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്റ്റഡി പ്ലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാനൊരു ഐഡിയ തരാം. നമുക്ക് ആദ്യം തന്നെ എക്സാമിൻ്റെ എന്തൊക്കെയാണോ പഠിക്കുവാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത്, ആ കാര്യങ്ങളെല്ലാം സിലബസ് കവർ ചെയ്യണം. വൺസ് നിങ്ങൾ സിലബസ് കവർ ചെയ്താൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള രീതിയിൽ പഠിക്കാൻ ശ്രമിക്കണം. അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രിലിംസ് പാസ്സാവാൻ പറ്റുന്നില്ല, മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ടാവും. അവരുടെ പഠനം കറക്റ്റായിട്ടല്ല പോകുന്നത്. അവർക്ക് ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, പക്ഷേ ഇത്ര ടൈമിനുള്ളിൽ ആ ക്വസ്റ്റ്യൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല. അതിന് നിങ്ങൾ വേണ്ടത് എന്താണ്, ഷോർട്ട് കട്ട് മെത്തേഡ്സും ട്രിക്സും യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ ടൈം മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ SBI ക്ലർക്കിൻ്റെ എക്സാമിനേഷൻ്റെ IBPS ക്ലർക്കിൻ്റെയും SBI ക്ലർക്കിൻ്റെയും എല്ലാം സിലബസ് എന്താണ്, സെയിം ആണ്. എക്സാമിൻ്റെ പാറ്റേണും സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പഠിത്തം കൊണ്ട് ഈ എല്ലാ എക്സാംസും ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മെയിൻസ് എക്സാമിന് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്. ആ കാര്യമെല്ലാം ഇപ്പോഴേ പഠിച്ചു വെക്കുക. ഏതൊരു ബാങ്ക് എക്സാം എടുത്താലും, ഏതൊരു ഇൻഷുറൻസ് എക്സാം എടുത്താലും നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ട്, ഈ ജനറൽ അവയർനെസ് ആവശ്യമുണ്ട്. അത് ഡെയിലി പഠിച്ച് തന്നെ പോകണം. സമയം പാഴാക്കാതെ ഡെയിലി പഠിക്കുക. കാരണം മെയിൻസ് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി അത് എന്ത് ചെയ്യണം, പഠിച്ച് തന്നെ എന്ത് ചെയ്യണം,
പോകണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സ്റ്റഡി പ്ലാനിലുണ്ട്. ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വീക്കായിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലെവൽ 2 പ്രിപ്പറേഷനൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വീക്കായിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന് വേണ്ടിയുള്ള ഇൻഡിവിജ്വൽ ക്വിസുകൾ കാര്യങ്ങളെല്ലാം എടുത്ത് ആ വീക്കായിട്ടുള്ള പോർഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് പൊക്കിക്കൊണ്ടുവരണം, ഇമ്പ്രൂവ് ചെയ്ത് വരണം. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. മെയിൻസിന് വേണ്ടി ടഫായിട്ടുള്ള ഹൈ ലെവലായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിക്കണം. അത് വിത്തിൻ ടൈമിൽ ഇത്ര നമ്പർ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് വേണ്ട സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ വരുന്ന ബാങ്ക് എക്സാംസിനും റെയിൽവേ എക്സാംസിനും SSC എക്സാംസിനും എല്ലാത്തിനുമായി നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്പെഷ്യൽ ബാച്ച്. ഈ ബാച്ചിലേക്കുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷത്തെ കോഴ്സാണ്. അതിൽ നിങ്ങൾക്ക് സിലബസ് കവറിങ്ങും നിങ്ങളുടെ വീക്കിൽ ഏരിയ ഫോക്കസ് ചെയ്തുള്ള സ്റ്റഡി പ്ലാനും സ്പീഡ് ആൻഡ് ആക്യുറസി, അതേപോലെ പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും, അതുകൂടാതെ ഇൻ്റർവ്യൂ പ്രാക്ടീസ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൊല്ലത്തെ കോഴ്സാണ്. ഈ കോഴ്സിൽ വിഷ്വലൈസ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, അതേപോലെ പ്രീമിയം ലെക്ചേഴ്സിൻ്റെ ക്ലാസ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡ്യുവൽ മെൻറ്റർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അത് കൂടാതെ ഹൈ ലെവലായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, A to Z സ്റ്റഡി കാർഡ്സ്, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഈ കൊല്ലം 2024 ഒരുപാട് എക്സാംസ് വരാനുണ്ട്. അത് റെയിൽവേയിലായാലും SSCയിലായാലും ബാങ്കിലായാലും. അപ്പോൾ ഈ ബാച്ചിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എല്ലാ എക്സാംസും എന്ത് ചെയ്യാൻ പറ്റും, എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്നവർക്ക് ഈ 3 എക്സാംസും എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 എക്സാംസിനുള്ള സിലബസ് ഫുൾ ഇവിടെ കവർ ചെയ്ത് തരും. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈ ബാച്ച് എങ്ങനെയാണ് റൺ ചെയ്യുന്നതിനെക്കുറിച്ച് അറിയാനെല്ലാം ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് കരുതുന്നു. SBI ക്ലർക്ക് എങ്ങനെ പഠിക്കണം, SBI ക്ലർക്കിനെ കുറിച്ചുള്ള ധാരണകളും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതിനെങ്ങനെ ക്രാക്ക് ചെയ്യാനായിട്ട് പഠിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.